നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. സംശയം വേണ്ട, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ പുരട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ നാളുകാർക്ക് ഈ സമയം വളരെ നല്ലതാണ്. പൂരിട്ടായ നാളുകാർക്കും ഉത്രട്ടായ നാളുകാർക്കും രേവതി നാളുകാർക്കൊക്കെ വളരെ വിശേഷമാണ്. ധനമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അനുകൂലമാണ് ഈ നാളുകാർക്ക്. ധനം വന്നു ചേരാനും തൊഴിൽ രംഗത്ത് തടസ്സപ്പെട്ടിരിക്കുന്ന ധനം കിട്ടാനും തടസ്സപ്പെട്ട തൊഴിൽ രംഗം ശരിയാകുന്നതിനൊക്കെ നല്ലതാണ് ഈ സമയം. അതുപോലെ തന്നെ വീട് ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങളായിട്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി അതൊക്കെ പുനരാരംഭിക്കാൻ നല്ലതാണ് ഈ സമയം. പുതിയ വാഹനം വാങ്ങിക്കാനുള്ള ആൾക്കാർക്ക് വാഹനം വാങ്ങിക്കാൻ പറ്റിയ സമയമാണ്. വാഹനങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അല്പം ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്ന സമയമാണ്. അങ്ങനെയൊക്കെയുള്ള സമയമാണ് ഈ പൂരുരുട്ടാതി നക്ഷത്രം, ഉത്രട്ടാതി നക്ഷത്രം, രേവതി നക്ഷത്രം ഈ നാളുകാർക്കുള്ളത്. ഇപ്പോൾ പൊതുവേ ആ നാളുകാർക്ക് ഈ സന്ദർഭം നല്ലതാണ്. അവർക്ക് ഈ എവിടെ നിന്നെങ്കിലും കാശൊക്കെ കിട്ടാനുള്ളത് മുടങ്ങി കിടപ്പുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവർ എഴുതുന്നതും അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നതായിട്ടുള്ള പരീക്ഷകൾക്കും അതുകൂട്ട് തന്നെ എന്തെങ്കിലും ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അതിനകത്തൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും നക്ഷത്രക്കാർക്ക്. ദാമ്പത്യ ജീവിതം നോക്കുന്ന ആൾക്കാർ, വിവാഹം കഴിച്ച ആൾക്കാർക്കാണെങ്കിൽ അതിനകത്തും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ സമയമാണിത്. പൂരിട്ടാതിക്കാർക്കും ഉത്രട്ടാതിക്കാർക്കും രേവതിക്കാർക്കൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുടുംബമായിട്ട് സന്താനങ്ങളൊക്കെ ആയിട്ട് സന്തോഷിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ സമയമാണ്. രോഗാവസ്ഥയിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ രോഗാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടി സുഖം പ്രാപിക്കാൻ സാധ്യതയുണ്ട്. മാരകമായിട്ടുള്ള രോഗങ്ങൾ അതല്ലാതെ വയറായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം കിട്ടാനും സുഖം പ്രാപിക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനത്തെ സമയമാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പൊതുവേ ഈ നാളുകാർക്ക് ശുഭമായിട്ടുള്ള സമയമാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങാനും എന്ത് കാര്യം ചെയ്യാനും ഉണർവോടെ ചെയ്യാനൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി അഭിവൃദ്ധി കിട്ടാനായിട്ടും കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഫലപ്രാപ്തി ഉണ്ടാവാനായിട്ട് വേണമെങ്കിൽ മഹാദേവന് വഴിപാട് വെച്ച് പ്രാർത്ഥിക്കാം. മഹാദേവന് നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എവിടെയെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അഷ്ടോത്തര മന്ത്രാർച്ചന കഴിച്ച് പ്രാർത്ഥിക്കാം. അത് വളരെ വിശേഷമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല കദളിപ്പഴമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതൊക്കെ ഈ നാളുകാർക്ക് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത് ഇരട്ടി ഫലം ചെയ്യുന്ന അവസ്ഥയായിരിക്കും. എന്നിട്ട് നമ്മൾ അനുഭവിക്കുന്നതിൽ കൂടുതൽ സന്തോഷം അനുഭവിക്കാനും കർമ്മരംഗത്തൊക്കെ നമുക്ക് കുറച്ചുകൂടി ഫലസിദ്ധി ഉണ്ടാവാനും നമ്മൾ പരിശ്രമിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയസാധ്യത ഉണ്ടാവാനൊക്കെ വളരെ വിശേഷമാണ് ഈ വഴിപാടുകൾ കഴിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ഈ നാളുകൾക്ക് വളരെ വിശേഷമാണ്. പിന്നെ അതിൻ്റെ ഇപ്പോൾ വിഷമസന്ധി എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിങ്ങനെ ആരെങ്കിലും നമ്മളിങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ പറ്റിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞൊക്കെ കുറച്ച് പൈസ അല്ലെങ്കിൽ പണത്തിനോട് തുല്യമായിട്ടുള്ള സാമഗ്രികൾ നമ്മളിന്ന് അപഹരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊന്നും പോവില്ല. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് സുഹൃത്തുക്കളാ, കൂട്ടുകാരത്തിമാരാ, കൂട്ടന്മാരാ, അതുപോലെ തന്നെ ബന്ധുമിത്രങ്ങളൊക്കെ നമ്മളുടെ നിന്ന് എന്തെങ്കിലും സ്വർണ്ണങ്ങളായിട്ടാണെങ്കിലും പണമായിട്ടൊക്കെ നമ്മളിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ അപഹരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണ് അവർക്കുള്ളത്. ഈ പൂരുട്ടാതിക്കാർക്കും ഉത്രട്ടാതിക്കാർക്കും രേവതിക്കാർക്കൊക്കെ അങ്ങനത്തെ ഒരു സമയമാണ്. പിന്നെ ഇവർക്ക് യാത്രകൾ ചെയ്യാനായിട്ട് പറ്റിയ സമയമാണ്. യാത്രകൾ ചെയ്യാൻ ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാവും. പല പല യാത്രകൾക്ക് അവസരങ്ങൾ കിട്ടും. അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നൊരു സമയം കൂടിയാണിത്. അതിനൊക്കെ അവസരങ്ങൾ കിട്ടും, ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ വീട് പുതിയത് പണിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കാണെങ്കിൽ പുതിയ വീട് നിർമ്മിക്കാൻ സാധ്യതയുണ്ട്, ആരംഭിക്കാവുന്നതാണ്. ഏറ്റവും ഭംഗിയായിട്ടൊക്കെ പര്യവസാനിക്കും. അതിനൊക്കെ സാധ്യതയുണ്ട്. വാഹനങ്ങൾ വാങ്ങിക്കാം, ബിസിനസ് ആരംഭിക്കാം. ഇതിനൊക്കെ പറ്റിയ സമയമാണ് ഈ നാളുകാർക്ക്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ആ നാളുകാർ ഈ സമയം വിനിയോഗിക്കുക എന്നുള്ളതാണ്. അല്ലേ, ഏറ്റവും നന്നായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഈ അവസരങ്ങൾ വിനിയോഗിക്കുക. അതൊക്കെ ഏറ്റവും ഗുണത്തിൽ വരുന്ന രീതിയിൽ, ജീവിതത്തിൽ ഗുണത്തിൽ വരുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഭാവി കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നടക്കും, ഏറ്റവും ശാശ്വതമായിട്ട് നടക്കും. അപ്പോൾ
അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കാം. ഈ നമ്മളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉള്ള ആൾക്കാർ കമൻറ്റിലിടാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദുരിതങ്ങളും ദോഷങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും മാറും. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കും, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഞായറാഴ്ച പ്രദോഷമാണ്, 8-ാം തീയതി പ്രദോഷമാണ്. അപ്പോൾ മനസ്സിന് ഏറ്റവും സന്തോഷമായിട്ടൊക്കെ എല്ലാവരും അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദോഷ പൂജയിൽ പങ്കുചേരാം. അതിനപ്പുറം ഒന്നും കിട്ടാനില്ല. അപ്പോൾ അതിനൊക്കെ എല്ലാവരും മനസ്സോടെ ചെന്ന് പങ്കുചേരാം. വൈകിട്ട് സന്ധ്യയ്ക്ക് ചെന്ന് ആ മഹാദേവൻ്റെ പൂജയിൽ, പ്രദോഷ പൂജയിലൊക്കെ പങ്കുചേരാം, അഭിഷേകത്തിലൊക്കെ പങ്കുചേരാം. എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. എന്തായാലും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.